ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴിത്തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴിത്തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ.
യേശു എത്ര നല്ലവൻ, എൻ യേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെന്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെന്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എൻ യേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എൻ യേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എന്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എൻ യേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എൻ യേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എൻ യേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എൻ യേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 24 അധ്യായം 19 വാക്യം. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും, ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. വീണ്ടും വായിക്കാം 17 വാക്യം. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രമുദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിൻ്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ജനിക്കുന്നതിന് 1500ഓളം വർഷം മുൻപ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രവചനമാണ് ഈ വാക്യം. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രവചനമാണ്. 1500 വർഷം മുമ്പ് പറഞ്ഞൊരു പ്രവചനം, ദൈവാത്മാവ് തന്നൊരു പ്രവചനം. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവതാരത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ തിരുപ്രവിയോടുള്ള ബന്ധത്തിൽ നാം ഈ വാക്യം വായിക്കുമ്പോൾ കൂടുതൽ അത് അർത്ഥവത്തായി തീരും. ഒരു ചെങ്കോൽ ഉയരും, രാജകീയമായ അധികാരത്തിൻ്റെ ചെങ്കോൽ ഉയരും. ദരിദ്രരിൽ ദരിദ്രനായി ജനിച്ചു, പക്ഷേ രാജാധിരാജാവായി അവൻ വീണ്ടും വരും. നിസ്സാരനെ പോലെ ജീവിച്ചു, ആരോരുമില്ലാത്തതിനെ പോലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നതായി അവൻ ജീവിച്ചു. പക്ഷേ അവൻ കോടാനുകോടി മാലാഖമാരുടെ അകമ്പടിയോടുകൂടി അവൻ മധ്യാകാശത്തേക്ക് എഴുന്നള്ളി വരും. അവൻ വന്നത് ഒരു നക്ഷത്രം ഉദിക്കുന്നത് പോലെയായിരുന്നു. ആർക്കും മനസ്സിലായില്ല.
യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. ഒരു നക്ഷത്രം ഉദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അവൻ എൻ്റെ ഹൃദയത്തിൽ ഉദിച്ചുവോ, അതോ എൻ്റെ ഹൃദയത്തിൽ കെട്ടിരിക്കുന്നുവോ, ഹൃദയം അസ്തമിച്ചിരിക്കുന്നുവോ, എൻ്റെ ഉള്ളിൽ അവൻ ഉദിച്ചിരിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, നിങ്ങൾക്ക് ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, തീരാത്ത കടഭാരമുണ്ടെങ്കിലും, മാറാ രോഗമുണ്ടെങ്കിലും, തീരാ വേദനകളുണ്ടെങ്കിലും, നിങ്ങളുടെ ഉള്ളിൽ ഈ നക്ഷത്രം ഉദിച്ചാൽ പ്രശ്നപരിഹാരമായി. വിശ്വസിക്കൂ. നിങ്ങൾ ഈ നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കണം. കർത്താവായ യേശു ഹൃദയത്തിൽ വരണം. ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്നു, നമുക്കറിയാം. അതെല്ലാം ചരിത്ര സംഭവങ്ങളല്ലേ, നമുക്കറിയാമല്ലോ. അതിൻ്റെ ആഘോഷമായിട്ട് നാം കൊച്ചുകുട്ടികളുടെ വീടുകളിൽ പ്രത്യേകിച്ച് നക്ഷത്രം അത് തൂക്കി പ്രശോഭിപ്പിക്കും. ഇലുമിനേഷൻസ്, ദീപക്കാഴ്ചകൾ, അതെല്ലാം മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കും. കരോൾ ഗാനങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. കരോൾ സർവീസുകൾ നടന്നുകൊണ്ടിരിക്കും. കരോൾ വിഭവങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കും. ഉണ്ട്. ക്രിസ്തുമസ് ഒരു വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. പക്ഷേ ഈ പുറമേയുള്ള ആഘോഷം കൊണ്ട് തീരാനുള്ളതാണോ ക്രിസ്തുമസ്? എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു പിറക്കണം. ഈ വർഷത്തെ ക്രിസ്തുമസിനുള്ള ബന്ധത്തിൽ നിങ്ങൾ ദയവായി ചിന്തിക്കൂ, എൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിക്കാൻ എൻ്റെ ഹൃദയം ഒരുങ്ങിയോ? ക്രിസ്തു എന്ന് പിറക്കുവാൻ എൻ്റെ ഹൃദയം ഒരുങ്ങിയോ? ക്രിസ്തുമസ് സന്ദേശങ്ങൾ കൈമാറുന്നു. മെറി ക്രിസ്തുമസ് എന്നുള്ളതായ ആശംസ കാർഡുകൾ കൈമാറുന്നു. എല്ലാം ഉണ്ട്. എന്ത് മെറിനെസ്! മെറി ക്രിസ്മസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മെറി ക്രിസ്മസ് ആകണമെങ്കിൽ, ഹാപ്പി ക്രിസ്മസ് ആകണമെങ്കിൽ ആ യേശു ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കണം. നിങ്ങൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ശരി, നല്ലത്. എന്നാൽ നിങ്ങൾ ക്രിസ്തു പിറന്നവരായി എഴുന്നേറ്റ് പോകണം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വന്ന് ജനിച്ചവരായി നിങ്ങൾ എഴുന്നേറ്റ് പോകണം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പിറന്നു എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ എഴുന്നേറ്റ് പോകണം. നിങ്ങളൊന്നും ചെയ്യണ്ട, ഒരു പൈസയും മുടക്കണ്ട. നിങ്ങൾ ഒരു ബന്ധപ്പാടും കൂടാതെ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായിരിക്കുമെന്ന്, എൻ്റെ സ്വഭാവം മാറുമെന്ന്, എൻ്റെ പ്രകൃതം മാറുമെന്ന്, എൻ്റെ പെരുമാറ്റ രീതികൾ മാറുമെന്ന്, എൻ്റെ മനോഭാവം മാറുമെന്ന്, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുമെന്ന്, എൻ്റെ ആക്ഷൻസ് മാത്രമല്ല എൻ്റെ റിയാക്ഷൻസ് മാറുമെന്ന്. സ്തോത്രം. എല്ലാം പണത്തോടുള്ള എൻ്റെ മനോഭാവം മാറുമെന്ന്, ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളോടുള്ള മനോഭാവം മാറുമെന്ന്, ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളോടും ദുഃഖത്തോടുള്ളതായി എൻ്റെ മനോഭാവം മാറുമെന്ന്. ആകപ്പാടെ മുഴുവനായൊരു മാറ്റം. ദൈവത്തിന് സ്തോത്രം. തീരാത്ത വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് പലർക്കും. ചില പ്രശ്നങ്ങളിലെ നീർച്ചുഴിയിൽപ്പെട്ട് നിങ്ങൾ കറങ്ങുകയാണ്, കരയേറ്റം കിട്ടുന്നില്ല. മനസ്സ് വേവലാതി കൊണ്ടിരിക്കുകയാണ്. നാളെയിലേക്ക് നോക്കിയിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്നറിയാതെ നിങ്ങളുടെ മനസ്സ് പതറിയിരിക്കുകയാണ്. മനസ്സാകെ ഉലഞ്ഞ് വലഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് നിങ്ങളെക്കുറിച്ച് സഹതാപമുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ പ്രയാസം കണ്ട കർത്താവ് വെറുതെ നോക്കിയിരിക്കുകയല്ല, അല്ല, പരിഹാരം തരാൻ അവൻ കാത്തു നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ട കർത്താവ് വെറുതെ നോക്കി നിൽക്കുകയല്ല, അതിനുള്ള പരിഹാരവുമായി അവൻ അരികിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവനെ ഒന്ന് വിളിക്കൂ. ഈ സ്വർഗീയ നക്ഷത്രത്തെ ഉദിക്കുവാൻ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കൂ. യേശുക്രിസ്തു വന്ന് ഈ ഹൃദയത്തിൽ ഉദിക്കട്ടെ. അന്ധകാരങ്ങൾ മാറട്ടെ, അന്ധവിശ്വാസങ്ങൾ മാറട്ടെ, അപരിചിതമായ ദുരാചാരങ്ങളെല്ലാം മാറട്ടെ, എല്ലാ അന്ധതകളും മാറട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ ശാപദോഷങ്ങളും നീങ്ങട്ടെ, കുടുംബത്തിൽ സമാധാനം പരിലസിക്കട്ടെ. സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വൃഥ വന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയത്തിൽ യേശു ഉദിച്ചു എന്നുള്ള ഉറപ്പോടെ പോകാൻ സാധിക്കണം.
യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഉദിച്ചു എന്നുള്ളൊരു ഉറപ്പ്. അത് വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾക്ക് വേണം ഉറപ്പ്. എങ്ങനെ ഉറപ്പ് കിട്ടും? ഇതുവരെയുള്ള ജീവിതത്തോട് നിങ്ങൾ യാത്ര പറഞ്ഞു, ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ പോരായ്മകളെല്ലാം നികത്താൻ തീരുമാനിച്ചു, എല്ലാം തിരുത്തും, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ അത്ഭുതപ്പെടും, അങ്ങോട്ട് പോയ ആളല്ലല്ലോ വന്നതെന്ന്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭർത്താവ് അത്ഭുതപ്പെടും, ഓ ഇവളുടെ സ്വഭാവം മാറിയല്ലോ, എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം. ദൈവത്തിന് സ്തോത്രം. മക്കൾക്ക് മാറ്റം വരും, അവർ ചിന്തിക്കും അപ്പനും അമ്മയ്ക്കും വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. എങ്ങനെ ഈ വലിയൊരു അത്ഭുതകരമായി മാറ്റം വന്നല്ലോ, ആകമാനൊരു മാറ്റം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് മനസ്സിലാകും സംതിങ് ഹാപ്പൻഡ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ പോസിറ്റീവ് ചേഞ്ച് വന്നിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. വരട്ടെ. പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ വിശ്വാസത്തോടെ ക്രൂസിൽ പിടഞ്ഞു മരിച്ചവനെ വിളിച്ചാൽ മതി. അവൻ എന്താണ് കുരിശിൽ കിടന്ന് പറഞ്ഞത്? എനിക്ക് ദാഹിക്കുന്നു എന്ന്. നിങ്ങൾ ആ ക്രൂസിലേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. സ്തോത്രം. നീർത്തുടകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ അധികാലത്തെ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. സ്തോത്രം. നിങ്ങളൊന്നേ ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. എൻ്റെ കർത്താവേ നിങ്ങൾ 10 പൈസ മുടക്കണ്ട. നിങ്ങൾ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ മതി, ഹൃദയം തുറന്നു കൊടുക്കുക. സർവ്വവല്ലഭനകത്തേക്ക് പ്രവേശിക്കട്ടെ. തിരുവചനത്തിൽ വാക്യമുണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കാൻ വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ. നിങ്ങൾ ക്ഷീണിതരായിരിക്കരുത്, നിവർന്ന് തലപൊക്കിയിരിക്കുക, നിവർന്ന് തലപൊക്കിയിരിക്കുക, നല്ലപോലെ ഊർജ്ജസ്വലതയോടെ ഇരിക്കുക. ഈ ഏതാനും മിനിറ്റുകൾ നിങ്ങൾ വളരെ കരുത്തോടെ ഇരിക്കുക, നിങ്ങൾ പുഞ്ചിരിയോടെ ഇരിക്കുക, നിങ്ങൾ പ്രസാദാത്മകമായ മുഖാവത്തോടെ ഇരിക്കുക. യേശുക്രിസ്തു അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് നിങ്ങളോട് സഹതാപമുണ്ട്, അവൻ നിങ്ങളോട് സ്നേഹമുണ്ട്, അവൻ നിങ്ങളോട് വാത്സല്യമുണ്ട്. അവൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല, ഇല്ല, തള്ളിക്കളയുകയില്ല. വിശ്വസിക്കൂ. കർത്താവേ ഇന്ന് ഇതൊരു നിർണായകമായ സുദിനം. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ ഉള്ള നിനക്കായി ഞാനിത് തുറക്കുന്നു. എൻ്റെ കർത്താവേ അകത്തുള്ളതെല്ലാം ഞാൻ പെറുക്കിക്കളയുന്നു, എല്ലാം ഞാൻ തൂത്തുവാരിക്കളയുന്നു. കർത്താവേ കുഴികൾ നികത്തുന്നു, കുണ്ടുകൾ നികത്തുന്നു. കർത്താവേ ഉയർന്നിരിക്കുന്നതെല്ലാം ഞാൻ താഴ്ത്തുന്നു, എല്ലാം ഞാനിതാ എൻ്റെ കർത്താവിന് വഴിയൊരുക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് ബേത്ലഹേം മലച്ചെരുവിൽ ആടുകളെ കാത്തുകൊണ്ട് കിടന്നിരുന്ന ഇടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് കിടക്കുമ്പോൾ അവിടെ ചുറ്റും വലിയൊരു വെളിച്ചം മിന്നി. സ്നേഹിത, ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നുകയാണ്. മാന്യവാവേ, നീ ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഒരു വലിയ വെളിച്ചത്തിൻ്റെ ചുറ്റും മിന്നുകയാണ്. അവിടെ ചുറ്റും വെളിച്ചം മിന്നി. ഒരാൾ ഞെട്ടലോടെ എഴുന്നേറ്റു. എന്താണ് ഈ കാണുന്നത്? പേടിച്ചുപോയി. അടുത്തയാളെ വിളിച്ചു. ഓരോരുത്തരും വിളിച്ചു. എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു, ഞെട്ടി വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരൊരു ദൂതനെ കാണുകയാണ്. മാലാഖ അവിടെ പറഞ്ഞു, ഭയപ്പെടേണ്ട. ആദ്യത്തെ സുവിശേഷ സന്ദേശം ഭയപ്പെടേണ്ട എന്നാണ്. ആദ്യത്തെ സുവിശേഷത്തിൻ്റെ വാക്ക് ഭയപ്പെടേണ്ട എന്നാണ്. അർദ്ധരാത്രിയിൽ മുഴങ്ങിയ ആ സുവിശേഷ സന്ദേശം ഭയപ്പെടേണ്ട. പാവങ്ങൾ പേടിച്ച് നിൽക്കുകയായിരുന്നു. പറഞ്ഞു ഭയപ്പെടേണ്ട. പിന്നെ പറഞ്ഞത് മഹാസന്തോഷം. എന്താണ് ഈ പറയുന്നത്? അവർക്കൊന്നും പിടികിട്ടിയില്ല. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകളെ ചുറ്റി പെസ്തൊടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. സ്തോത്രം. ഭയപ്പാട് മാറ്റുന്നൊരു ശിശു, മഹാസന്തോഷം തരുന്നൊരു ക്രിസ്തു, മഹാസന്തോഷം തരുന്ന ഒരു കുഞ്ഞ്, ഒരു ശിശു. ആ ശിശുവിനെ നിങ്ങളുടെ ഉള്ളിൽ പിറക്കുവാൻ നിങ്ങൾ ക്ഷണിക്കുവാനാണ് പറഞ്ഞത്. മഹാസന്തോഷം ലഭിക്കും, ഭയപ്പാടെല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഭീതിയും മാറും.
എല്ലാ ആകുലവും അകലും, എല്ലാ നിരാശയും മാറും. പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഒരു ശാന്തത ലഭിക്കും, വലിയൊരു ശാന്തത, വലിയൊരു സുഖം ലഭിക്കും. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ആ ശാന്തത ലഭിക്കുന്നുണ്ട്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇളങ്കാറ്റ് നിങ്ങളുടെ മേൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മാലാഖ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് ഇത് അവരത്ഭുതപ്പെട്ടു. ഒരു കൂട്ടം മാലാഖമാർ ഇറങ്ങി വരുന്നു മുകളിൽ നിന്ന്. ഒരു കൂട്ടം മാലാഖമാർ, സ്വർഗീയന്മാർ, തേജോമയന്മാരായ മാലാഖമാർ ഈ മൺമയമായ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അവർ ഈ മാലാഖയോട് ചേർന്ന് നിന്നു. ചേർന്ന് അണിയണിയായി നിന്നുകൊണ്ട് അവർ പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്തോത്രം. മഹാസന്തോഷം. ഇപ്പോൾ പറയുന്നു സമാധാനം. മതിയല്ലോ, വേറെ എന്ത് വേണം? അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനം വാരി വിതറിക്കൊണ്ട് മാലാഖമാർ മധുരമോഹനമായ പാട്ടുപാടി. ആ ഗാനത്തിൻ്റെ നിർജ്ജരിയിൽ ആ മലഞ്ചെരിവ് മുഴങ്ങി, മലഞ്ചെരിവ് മാറ്റിക്കൊണ്ടു. അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അവർ മന്ദം മന്ദം നീങ്ങി. ദൈവത്തിന് സ്തോത്രം. അവർ നേരെ നടന്നു. ആട്ടിൻകൂട്ടത്തിൻ്റെ കാര്യം അവർ മറന്നു. ചെന്നായി വന്ന് ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോകുമോ അവർ ചിന്തിച്ചില്ല. അവർ എല്ലാം മറന്ന് അവർ നടന്നു. അവർ പുൽക്കൂട്ടിലെത്തി. പുൽക്കൂട്ടിന് മുമ്പിലെത്തി. ശിശുവിനെ കണ്ടു. അവർ വന്ദിച്ചു. അവർ ശിശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. മഹാസന്തോഷം. ഭയം മാറ്റുന്ന ക്രിസ്തു, ഭയം മാറ്റുന്ന ശിശു, സമാധാനം തരുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അത്യുന്നതങ്ങളിൽ മഹത്വം കയറ്റി അവർക്ക് തോന്നി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ പുൽക്കൂടിന് മുമ്പിൽ അണിയണിയായി നിന്നു. അവിടെ സത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നവർ ചാടി എഴുന്നേറ്റു. അവരും വന്നു. അവരും അണിയണിയായി നിന്നു. എല്ലാവരും അവിടെ ബേത്ലഹേമിൽ പേർവഴിച്ചാർത്തലിന് സെൻസസിന് വേണ്ടി വന്ന അനേകരുണ്ടായിരുന്നു. അവരും വന്നു, ഈ കൂട്ടത്തിൽ ചേർന്ന് നിന്നു. സ്തോത്രം. നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ചിലരൊക്കെ എഴുന്നേറ്റ് വരും. അവരും വന്ന് ആരാധനയ്ക്ക് കൂടും. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അന്ന് അവിടെ മലഞ്ചെരിയിൽ മുഴങ്ങിയ ഗാനം പുൽക്കൂടിന് മുമ്പിൽ മുഴങ്ങുന്നു. അത് ഗാനപ്രതിഗാനമായി ഉയരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഗാനം ഉയരും, പാട്ടുണ്ടാകും, നിങ്ങളുടെ നാവിന്മേൽ സ്തുതി ഉയരും. ഈ ശിശു നിങ്ങളുടെ ഉള്ളിൽ ജനിക്കാൻ നിങ്ങൾ വിളിക്കുന്നുണ്ടോ? ഈ രാജാധിരാജനെ, ചെങ്കോലേന്തുന്നവനെ, അധികാരത്തിന് വഹിക്കുന്നവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ഉദിക്കുന്ന അനുഭവത്തോടെ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ തലകളെ നിങ്ങൾക്ക് ഉണക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാം, നാഥ, എൻ്റെ ജീവിതത്തിൽ ഈ ഭാഗ്യാനുഭവം നീ എനിക്ക് തരുന്നതിനായി അതിനെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, യേശു ക്രിസ്തു ഹൃദയത്തിൽ പിറക്കുന്ന അത്ഭുതം സംഭവിക്കുവാൻ കർത്താവേ എനിക്കൊരു മഹാഭാഗ്യം തരുന്നതിനായി അതിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഏറ്റുപറയാം, കർത്താവേ, നാഥ, യേശുവിൻ്റെ ഹൃദയത്തിൽ പിറന്നു എന്നുള്ള ഉറപ്പേറിയ നിർണയം എനിക്ക് തന്നേനെ എഴുന്നേൽപ്പിക്കാവൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ഹൃദയത്തിൽ ജനിച്ചു എന്നുള്ള ആ നിർണയം ലഭിച്ചേ എന്നെ പറഞ്ഞു വിടാവൂ. ദൈവത്തിന് സ്തോത്രം. യേശു ഹൃദയത്തിൽ പിറന്നു എന്നുള്ള അനുഭവത്തോടെ, സന്തോഷത്തോടും പ്രസാദത്തോടും സമാധാനത്തോടും പ്രസന്നതയോടും പുഞ്ചിരിയോടും കൂടെ ഇനിയുള്ള നാളുകൾ കഴിപ്പാൻ നാഥ നീ എൻ്റെ ഹൃദയത്തിലുണ്ടായി എന്നുള്ള അനുഭവത്തിൽ ഞാൻ ഇവിടെ മാത്രമല്ല, പ്രാർത്ഥനാ യോഗത്തിന് മാത്രമല്ല, എൻ്റെ വീട്ടിലും എൻ്റെ ജോലി സ്ഥലത്തും എൻ്റെ പ്രവർത്തന രംഗത്തെല്ലാം ഞാൻ ആ അനുഭവത്തെ ജീവിപ്പാൻ നാഥ നീ എനിക്ക് മഹാഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ഹൃദയത്തിൽ കിട്ടിയെന്ന് വാസ്തവമായി ഉറപ്പ് നിങ്ങൾ പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞാൽ ആ ഉറപ്പ് കിട്ടും. ഇനി പഴയ ജീവിതം വേണ്ട എന്ന് വെച്ചാൽ, അഴുക്ക് വേണ്ട എന്ന് വെച്ചാൽ, അശുദ്ധി വേണ്ട എന്ന് വെച്ചാൽ, അത്യാഗ്രഹം വേണ്ട എന്ന് വെച്ചാൽ, ദ്രവ്യാഗ്രഹം വേണ്ട എന്ന് വെച്ചാൽ, ഇനി അഹങ്കാരം വേണ്ട എന്ന് വെച്ചാൽ, സ്നേഹം മാത്രമായി ജീവിക്കുന്നതിന് തീരുമാനം വന്നാൽ ആ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പ് കിട്ടുന്നവർ മാത്രം
നിങ്ങളുടെ ഇരുകരമൊന്ന് ഉയർത്തൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സംശയിക്കരുത്. എനിക്ക് ഉറപ്പ് കിട്ടിയതൊരു സംശയിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കിട്ടുന്നത് നിധിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും. ഹല്ലേലൂയ. നക്ഷത്രം ഉദിക്കുന്ന അനുഭവത്തിൽ കാര്യങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അതിമനോഹരമായ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെ ശബ്ദം എന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ പാടി. ഞങ്ങളുടെ നാവിൽ പാട്ട് തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം തരുന്നതിനായി സ്തോത്രം. മഹാസന്തോഷത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.